ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ നാലാമത്തെ നാമമാണ് ചിദഗ്നികുണ്ഠ സംഭൂത എന്നത്. സാധാരണഗതിയിൽ ഇതിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാറുണ്ട്. ഒന്ന്, ദേവന്മാർ ദേവിയെ ആരാധിക്കാനായിട്ട് അഗ്നികുണ്ഠം തയ്യാറാക്കുകയും അതിൽ ഹോമിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ശരീരമാണ് അല്ലെങ്കിൽ ഈ രൂപമാണ് താനെന്ന അറിവിനെ അതിൽ ആവാഹിക്കുന്നത് വരെയാണ് ഇവർ ഈ യാഗം ചെയ്തത്. എന്തൊക്കെ ഹവിസ് അർപ്പിച്ചിട്ടും ദേവി വരുന്നില്ല എന്ന് കണ്ട സമയത്ത് സ്വന്തം ദേഹം തന്നെ, അവരുടെ ആ രൂപം തന്നെ അഗ്നിയിൽ ഹോമിക്കാൻ അവർ തീരുമാനിച്ച സമയത്ത് ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വന്ന ദേവി എന്നുള്ള അർത്ഥത്തിലാണ് സാമാന്യമായിട്ട് ഈ ചിദഗ്നികുണ്ഠ സംഭൂത എന്ന് പറയുന്നത്. അതേസമയം ചിദഗ്നി എന്ന വാക്കിനർത്ഥം ചിത്താകുന്ന അഗ്നി എന്നുമുണ്ട്. ചിത്ത് എന്നാൽ അറിവാണ്. ഈ അറിവ് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിൻ്റെ, അതായത് നമ്മുടെ അന്ധകരണത്തിൻ്റെ 4 ഭാഗങ്ങളാണ് ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ചിത്തം. ചിത്തം എന്ന് പറയുന്നത് ഓർമ്മയാണ്, അറിവാണ്. ബുദ്ധി എന്ന് പറയുന്നത് വിവേകമാണ്. മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്ന ഞാനെന്ന ബോധമാണ്. അപ്പോൾ അതിൽ ആ ചിത്തമായ അറിവായ ആ അറിവാകുന്ന അഗ്നിയെ പലപ്പോഴും അറിവിൻ്റെ പര്യായമായിട്ടും പറയാറുണ്ട്. അപ്പോൾ അറിവാകുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ സൂക്ഷ്മ ശരീരമല്ല, സ്ഥൂല ശരീരമല്ല, ഞാൻ ശുദ്ധമായ ചൈതന്യമാണ് എന്ന അറിവാണ് പരമായ അറിവ്. അതാണ് ചിദഗ്നി. ആ ചിദഗ്നി, അറിവാകുന്ന അഗ്നി അതാണ്. അപ്പം നമ്മൾ ആ അജ്ഞാനം മാറി ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തണ സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ചിദഗ്നിയിൽ ഉയർന്നു വന്ന ദേവി എന്നുള്ള അർത്ഥത്തിലും ചിദഗ്നികുണ്ഠ സംഭൂത എന്ന് അർത്ഥമുണ്ട്, എന്ന നാമത്തിന് അർത്ഥമുണ്ട്. രണ്ടായാലും ഇത് ഒരേ ആശയം തന്നെയാണ്. ജ്ഞാനസ്വരൂപിണിയായ ദേവി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്.